നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോർമൽ ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പം നോർമൽ ഫോം എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ എന്താണ് കീസ്, പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്, നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്, ഇവയൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് വേണം നോർമൽ ഫോമിലോട്ട് കിടക്കാനായിട്ട്. അപ്പം നോർമൽ ഫോം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നോർമൽ ഫോം ടെസ്റ്റിനകത്തുള്ള കണ്ടീഷൻസിനെയാണ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നോർമൽ ഫോം ആണ്. ഇപ്പം എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക. It states that the domain of an attribute must include only atomic values and that the value of any attribute in a tuple must be a single value from the domain of that attribute. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു റിലേഷനകത്തെ ടപ്പിളിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടുകളുടെ വാല്യൂ എന്ന് പറയുന്നത് അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. അറ്റോമിക് വാല്യൂസ് നമ്മൾ ആട്രിബ്യൂട്ടിന്റെ ടൈപ്സ് പലതും പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? കോമ്പോസിറ്റ് വരുന്നുണ്ട്, മൾട്ടി വാല്യൂഡ് വരുന്നുണ്ട്, സിമ്പിൾ വരുന്നുണ്ട്, സിംഗിൾ വരുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷനകത്തെ ടപ്പിൾസിനകത്ത് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് വാല്യൂസ് മാത്രമേ വരാവുള്ളൂ. അതിനർത്ഥം മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് അവിടെ പെർമിറ്റഡ് അല്ല എന്നാണ്. അതായത് എ റിലേഷൻ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആറ്റോമിക് ആയിട്ടുള്ള വാല്യൂ, ഒറ്റ വാല്യൂ മാത്രമേ ഒരു ആട്രിബ്യൂട്ടിന് വാല്യൂ ആയിട്ട് വരാൻ പാടുള്ളൂ. എവിടെ? ഫസ്റ്റ് നോർമൽ ഫോമിനകത്ത്. First normal form disallows having a set of values, a tuple of values or a combination of both as an attribute value for a single tuple. In other words, first enough disallows relations within relations or relations as attribute values within tuples. The only attribute values permitted by first enough are single atomic values. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇവിടെ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ, കീ ടേം എന്ന് പറഞ്ഞാൽ single atomic values. A relation should contain single atomic value. അല്ലെങ്കിൽ a relation should not contain any multi-valued attribute. ഒരു റോയും കോളവും കൂടെ ചേരുന്ന സെല്ലിനകത്ത് ഒരൊറ്റ വാല്യൂ മാത്രമേ ആ ആട്രിബ്യൂട്ടിന് പാടുള്ളെന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നോക്കുക. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന റിലേഷൻ സ്കീമ, അവിടെ ഉണ്ടാകുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് ഈ ഡയഗ്രാമാറ്റിക് നൊട്ടേഷനിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന റിലേഷൻ സ്കീമയുടെ ഒരു സ്റ്റേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റിലുള്ള വാല്യൂസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഡി നെയിമിനകത്ത് കുറെ വാല്യൂസ് ഉണ്ട്, ഡി നമ്പറിന് കുറെ വാല്യൂസ് ഉണ്ട്, ഡി MGRS എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് കുറെ വാല്യൂസ് ഉണ്ട്, ഡി ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന് കുറെ വാല്യൂസ് ഉണ്ട്. ഇവിടെ ഡി നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി ഡി ലൊക്കേഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നോക്കുക. അവിടെ ഒരു സെല്ലിനകത്ത് വന്നിരിക്കുന്ന വാല്യൂസ് നോക്കുക. അറ്റോമിക് വാല്യൂസ് ആണോ? അല്ല. പകരം ഒരു സെറ്റിനകത്ത് കുറേയധികം വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് വരാൻ പാടില്ല എന്നാണ് ഫസ്റ്റ് നോർമൽ ഫോമിനകത്ത് പറയുന്ന കാര്യം. ഇനി ഇതിനെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് താഴെ തന്നിരിക്കുന്നത്. 3 രീതിയിൽ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിമൂവ് ദ ആട്രിബ്യൂട്ട് ഡി ലൊക്കേഷൻസ് ദാറ്റ് വയലേറ്റ്സ് ഫസ്റ്റ് enough and place it in a separate relation DPT locations along with the primary key D number of department. ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് നോർമൽ ഫോമിൽ അല്ലാത്ത ഒരു റിലേഷനെ ഫസ്റ്റ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഏത് ആട്രിബ്യൂട്ട് ആണോ മൾട്ടി വാല്യൂഡ് ആയിട്ട് വരുന്നത് ആ ആട്രിബ്യൂട്ടിനെ ആ റിലേഷനിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് ആ ആട്രിബ്യൂട്ട് വെച്ച് മറ്റൊരു പുതിയ റിലേഷൻ ഉണ്ടാക്കുക. അതായത് ഡീകമ്പോസ് ചെയ്ത് മറ്റൊരു ടേബിൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ തന്നെ വെച്ച് നമ്പറും ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനും കൂടെ കൂടിയുള്ള ഒരു പ്രൈമറി കീ വെച്ചാണ് ആ റിലേഷൻ ഉണ്ടാകേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ദ കീ സോ ദാറ്റ് there will be a separate tuple in the original department relation for each location of department. D number, D location. This solution has the disadvantage of introducing redundancy in the relation and hence is rarely adopted. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഉണ്ടായിരുന്ന ആ റിലേഷന്റെ കീനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ റിലേഷന്റെ കീ എന്ന് പറഞ്ഞാൽ ഡി നമ്പർ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഡി നമ്പർ എന്നുള്ളത് മാറ്റിയിട്ട് ഡി നമ്പറും ഡി ലൊക്കേഷനും കൂടെ കൂടി ചേരുന്നത് കീ ആക്കാനാണ് പറയുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ടേബിളിനെ അവിടെ തന്നെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിഡൻഡൻസി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്.
അതാണ് ഇവിടെ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് കൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന റിലേഷനെ നമ്മൾ ഡി നമ്പറും ഡി ലൊക്കേഷനും കൂടെ കൂടി പ്രൈമറി കീ ആയിട്ടുള്ള ഒരു പുതിയ റിലേഷനായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അവിടെ നമ്മൾ മൾട്ടി വാല്യൂഡ് വന്നതിനെല്ലാം അറ്റോമിക് വാല്യൂ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ടപ്പിൾസിന്റെ എണ്ണം കൂട്ടി. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡി നെയിം എന്ന് പറയുന്നത് 3 പ്രാവശ്യം വന്നു, ഡി നമ്പർ 3 പ്രാവശ്യം വന്നു, ഡി MGR 3 പ്രാവശ്യം വന്നു, ഡി ലൊക്കേഷൻ അവിടെ മൾട്ടി വാല്യൂഡ് ആയതുകൊണ്ട് ഓരോ പ്രാവശ്യമേ വന്നുള്ളൂ. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലാണ് റിഡൻഡൻസി ടപ്പിൾസ് ഉണ്ടാകാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് റെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാല് ഇത് മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ് ഈസ് നോൺ ഫോർ ദ ആട്രിബ്യൂട്ട്. അതായത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല് നമ്മുടെ കൈവശം മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് വരുന്ന ആട്രിബ്യൂട്ട് ഏതാണോ അതിന്റെ മാക്സിമം നമ്പർ ഓഫ് ആട്രിബ്യൂട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഡി ലൊക്കേഷന് 3 ലൊക്കേഷൻ ആണ് വന്നത്, അതുകൊണ്ടാണ് അത് മൾട്ടി വാല്യൂഡ് ആയത്. അപ്പൊ അവിടെ ആ ഡി ലൊക്കേഷന് പകരം ഡി ലൊക്കേഷൻ 1, ഡി ലൊക്കേഷൻ 2, ഡി ലൊക്കേഷൻ 3 എന്ന് പറയുന്ന 3 സെപ്പറേറ്റ് ആട്രിബ്യൂട്ടുകൾ ഉണ്ടാക്കുക. ഓരോ ലൊക്കേഷനിലോട്ടും ഓരോ വാല്യൂസ് കൊടുക്കുക. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ലൊക്കേഷൻസ് 3 ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വരുന്ന കേസിൽ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നൾ വാല്യൂസ് എൻ്റർ ആയിട്ട് പോകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡേറ്റ കുറവും നൾ വാല്യൂസ് കൂടുതലായിട്ടും വരും. അതുകൊണ്ട് നമ്മൾ ഈ രീതിയും അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ 3 രീതിയിൽ കൂടെയാണ് നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിൽ അല്ലാത്ത റിലേഷനെ ഫസ്റ്റ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാല്. ഇനി അടുത്തതാണ് സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. സെക്കൻഡ് നോർമൽ ഫോം definition നോക്കുക. A relation schema R is in second normal form if every non-prime attribute A in R is fully functionally dependent on the primary key of R. എന്താ പറഞ്ഞിരിക്കുന്നത്? R എന്ന് പറയുന്ന ഒരു റിലേഷൻ സ്കീമയ്ക്കകത്തെ എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളും R എന്ന് പറയുന്ന റിലേഷൻ സ്കീമയുടെ പ്രൈമറി കീയുമായിട്ട് ഫുള്ളി ഫംഗ്ഷണലി ഡിപ്പെൻഡന്റ് ആയിരിക്കണം. എന്താണ് ഫുള്ളി ഫംഗ്ഷണലി ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫുള്ളി ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യമാണ് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക. സെക്കൻഡ് നോർമൽ ഫോം ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഫുൾ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി. എ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി y is functionally dependent to x is a full functional dependency if removal of any attribute A from X means that the dependency does not hold anymore. That is, for any attribute A belongs to X, X minus set A does not functionally determine Y. A functional dependency X to Y is a partial dependency if some attribute A belongs to X can be removed from X and the dependency still holds. That is, for some A belongs to X, X minus set A depends to Y. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ X tends to Y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്താല് X എന്ന് പറയുന്നത് അവിടുത്തെ പ്രൈമറി കീയും Y എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടും ആയിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ ഫുള്ളി ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ Y എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് X എന്ന് പറയുന്ന പ്രൈമറി കീയുമായിട്ട് ഫുള്ളി ഫംഗ്ഷണൽ ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില റിലേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നിലധികം ആട്രിബ്യൂട്ടുകൾ കൂടി ചേർന്നതാകാം ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പം ഈ Y എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആ പ്രൈമറി കീക്കകത്ത് എത്ര ആട്രിബ്യൂട്ടുകൾ ഉണ്ടോ അവയെല്ലാമായിട്ട് ഫംഗ്ഷണലി ഡിപ്പെൻഡന്റ് ആയിരിക്കണം. അല്ലാതെ ആ പ്രൈമറി കീക്കകത്ത് ഏതെങ്കിലും കുറച്ച് ആട്രിബ്യൂട്ടുകൾ മാത്രവുമായിട്ട് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഫുൾ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാലോ, നമ്മളിവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞ കാര്യമാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ. അതായത് X എന്ന് പറയുന്നത് പ്രൈമറി കീയും Y എന്ന് പറയുന്നത് നമ്മുടെ ആറിനകത്ത് ഒരു ആട്രിബ്യൂട്ടുമാണെന്ന് വിചാരിക്കുക, നോൺ പ്രൈം ആട്രിബ്യൂട്ടുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ X എന്ന് പറയുന്ന പ്രൈമറി കീ ഒന്നിലധികം ആട്രിബ്യൂട്ടുകൾ കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ Y എന്ന് പറയുന്നത് Xനകത്തെ ചില ആട്രിബ്യൂട്ടുകൾ മാത്രമായിട്ടായിരിക്കും ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉള്ളത്. അങ്ങനെയുള്ള ഒരു കേസ് നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇവിടെ SSN ഉം P നമ്പറും കൂടെ കൂടുന്നതാണ്
പ്രൈമറി കീ എന്ന് പറയുന്നത്. അവേഴ്സ് എന്ന് പറയുന്നത് SSN-ഉം SSN-ഉം C നമ്പറുമായിട്ടാണ് ഫങ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഫുള്ളി ഫങ്ഷണൽ ഡിപെൻഡൻസി അല്ലെങ്കിൽ ഫുൾ ഡിപെൻഡൻസി ആണെന്ന് പറയാൻ കാരണം ഈ അവേഴ്സ് എന്ന് പറയുന്നത് SSN-ഉമായിട്ടും P നമ്പറുമായിട്ടും ഫങ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടായിരിക്കണം. അല്ലാതെ അവേഴ്സ് എന്ന് പറയുന്നത് P നമ്പർ ആയിട്ട് മാത്രമായിട്ടോ അല്ലെങ്കിൽ അവേഴ്സ് എന്ന് പറയുന്നത് SSN ആയിട്ട് മാത്രമായിട്ടോ ഒരു ഡിപെൻഡൻസി അവിടെ ഉണ്ടാവരുത്. അതായത് SSN മാത്രം എടുക്കുമ്പോൾ അത് എന്താകുന്നുള്ളൂ, പ്രൈമറി കീയുടെ ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ പ്രൈമറി കീയുടെ ഒരു പാർട്ട് മാത്രമായിട്ട് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് റിലേഷൻ അല്ലെങ്കിൽ ഡിപെൻഡൻസി ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് നോർമൽ ഫോമിനകത്ത് പറയുന്ന കാര്യം എന്താണ്? സെക്കൻഡ് നോർമൽ ഫോമിനകത്ത് R എന്ന് പറയുന്ന ഒരു റിലേഷനകത്തെ പ്രൈമറി കീയുമായിട്ട് എല്ലാ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനും ഫുള്ളി ഫങ്ഷണലി ഡിപെൻഡന്റ് ആയിരിക്കണം. ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഫങ്ഷണൽ ഡിപെൻഡൻസി എടുക്കുമ്പോൾ, അതായത് X to Y എടുക്കുമ്പോൾ X എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ കീസ് കൊടുക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളും വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, Y എന്നുള്ളത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ X എന്ന് പറയുന്ന പ്രൈമറി കീക്കകത്തെ അല്ലെങ്കിൽ പ്രൈമറി കീക്കകത്തെ എത്ര ആട്രിബ്യൂട്ടുകൾ ഉണ്ടോ അത്രയും ആട്രിബ്യൂട്ടുകളുമായിട്ടും Y ഡിപെൻഡന്റ് ആയിരിക്കണം. അല്ലാതെ X എന്ന് പറയുന്ന കീയുടെ കുറച്ച് ടേംസ് മാത്രമായിട്ട് അല്ലെങ്കിൽ കുറച്ച് പാർട്ടുമായിട്ട് മാത്രം Y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് ആകരുത്, അല്ലെങ്കിൽ പാർഷ്യൽ ഡിപെൻഡൻസി അവിടെ ഉണ്ടാവരുതെന്നാണ് സെക്കൻഡ് നോർമൽ ഫോമിനകത്ത് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, R എന്ന് പറയുന്ന റിലേഷൻ ഷുഡ് ബി ഇൻ ഫസ്റ്റ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോമിൽ ആകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ R എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഫോമിൽ ആകണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ R should not contain any partial dependency, അല്ലെങ്കിൽ R should contain full functional dependency. പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടാവാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഫുൾ ഫങ്ഷണൽ ഡിപെൻഡൻസി ആയിരിക്കണം. അതാണ് പറയുന്ന രണ്ട് കണ്ടീഷൻസ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ ഇവിടെ ഫങ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടാവാം. സപ്പോസ് X ഡിപെൻഡ്സ് ടു Y എന്നാണെങ്കിൽ Y എന്ന് പറയുന്നത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അതുപോലെ തന്നെ X എന്ന് പറയുന്ന ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണെന്ന് വിചാരിക്കുക. നോൺ പ്രൈം എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് അല്ലാത്ത ആട്രിബ്യൂട്ടുകളെയാണ് നോൺ പ്രൈം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവ തമ്മിൽ ഫങ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടാകാം. അത് സെക്കൻഡ് നോർമൽ ഫോമിലാണെന്നുമാണ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ X എന്ന് പറയുന്നത് പ്രൈമറി കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ ആ കാൻഡിഡേറ്റ് കീക്കകത്ത് പ്രൈമറി കീക്കകത്ത് വരുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടുകളുമായിട്ട് Y എന്ന് പറയുന്നത് ഫുള്ളി ഫങ്ഷണൽ ഡിപെൻഡന്റ് ആയിരിക്കണം. പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രൈമറി കീയുമായിട്ട് Y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് ആവരുത്. അവിടെയാണ് പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടാവുന്നത്. അപ്പൊ പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടാവരുതെന്നും അതുപോലെ തന്നെ ഫുൾ ഫങ്ഷണൽ ഡിപെൻഡൻസി ആകണമെന്നുമാണ് ഈ കണ്ടീഷനകത്ത് പറയുന്നത്.